നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പ് നടപടികൾ തുടങ്ങി. വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിൽ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവം. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേച്ചേരിയിൽ സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഇരു ബസുകളുടെയും മുൻഭാഗം തകർന്നു. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ 7 മണിക്കൂറോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെയാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം. കിഫ്ബി അപ്രസർ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സെപ്റ്റംബർ പകുതിയോടെ അവലോകന യോഗം ചേരും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പ് നടപടികൾ തുടങ്ങി. വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര നിയമത്തിനുള്ളിൽ നിന്നുള്ള നിയമനിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. ഇതിനായി ആദ്യം തദ്ദേശ വകുപ്പ് കരട് തയ്യാറാക്കും. പ്രായോഗിക നിർദ്ദേശങ്ങളടങ്ങുന്ന കരട് നിയമം നിയമവകുപ്പ് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. വന്ധ്യംകരണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും തെരുവു നായ്ക്കൾ വൻതോതിൽ പെരുകുന്നതിന് കാരണം വളർത്തുനായ്ക്കളെ ഉപേക്ഷിക്കുന്നതാണെന്നൊരു വിലയിരുത്തലുണ്ട്. വലിയ ഫാമുകളിലും നായ്ക്കളെ വളർത്തുന്നുണ്ട്. ഫാമുകളിലെ മാലിന്യം ഭക്ഷിച്ച് വളരുന്ന ഇവ തെരുവുകളിൽ അലയുന്നത് വൻ ഭീഷണിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളർത്തുനായ്ക്കളെ തെരുവിൽ തള്ളുന്നത് തടയാൻ കർശന നടപടികൾ ആലോചിക്കുന്നുണ്ട്. പിഴ ചുമത്താവുന്ന കുറ്റമായി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് കർശനമാക്കാനും ലൈസൻസ് നേടുന്ന ഉടമസ്ഥന്റെ ഉത്തരവാദിത്തങ്ങളും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യും. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ സെഷൻസ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ സാക്ഷികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കാലടി സ്വദേശിനി ലിവിയ ജോസും തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസുമാണ് കേസിലെ പ്രതികൾ. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ. ലിവിയ ജോസും സുഹൃത്തായ നാരായണദാസും ചേർന്നാണ് ബംഗളൂരുവിൽ നിന്ന് വ്യാജ ലഹരി സ്റ്റാമ്പ് കൈക്കലാക്കി ഷീല സണ്ണിയുടെ ബാഗിൽ വെച്ചത്. ലിവിയെ സ്വഭാവദൂഷ്യം ആരോപിച്ചതിന്റെ വൈരാഗ്യമായിരുന്നു ഷീല സണ്ണിയെ ലഹരി കേസിൽ കൊടുക്കാനുള്ള കാരണം. ലഹരി സ്റ്റാമ്പ് വ്യാജമായതോടെ കേസ് പൊളിയുകയായിരുന്നു. 2023 മാർച്ച് 27-നാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിലെ ബാഗിൽ നിന്നും LSD സ്റ്റാമ്പുകൾ എന്ന് പറയുന്ന വസ്തുക്കൾ പിടികൂടിയത്. തുടർന്ന് 72 ദിവസം ഷീല സണ്ണി ജയിലിലാവുകയും ചെയ്തു. പിന്നീട് നടത്തിയ രാസപരിശോധനയിൽ വ്യാജ ലഹരിയാണെന്ന് വ്യക്തമായതോടെ ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഷീല സണ്ണിയുടെ വാഹനത്തിൽ ലഹരിമരുന്ന് വെച്ച ശേഷം അക്കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണദാസ് ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ലിവിയയിലേക്ക് എത്തുന്നത്. ലിവിയയുടെ നിർദ്ദേശപ്രകാരമാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ LSD സ്റ്റാമ്പ് വെച്ചതെന്ന് നാരായണദാസ് പോലീസിന് മൊഴി നൽകിയിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. കേച്ചേരിയിൽ സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കേച്ചേരി തൂവാനൂർ പാലത്തിന് സമീപം അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസും കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇരു ബസ്സുകളിലായി ഉണ്ടായിരുന്ന 15ഓളം യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തി പാലക്കാട് ദേശീയപാത 7 മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. പുലർച്ചെ 4 മുതലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോട് സർവീസ് റോഡ് തകർന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. പോലീസും നാട്ടുകാരും മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതക്കുരുക്കിന് അയവ് വന്നത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. സ്വകാര്യ ബസ്സുകൾ പീച്ചി മലയോരപാത വഴിയാണ് മണ്ണുത്തിയിലെത്തിയത്. അതേസമയം മുടിക്കോട്, കല്ലിടുക്ക്, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ ടാർ ചെയ്യാത്തത് മൂലമുള്ള ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടകണ്ടത്ത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി.
ദേശീയപാത വികസനത്തിന്റെ പേരിൽ കൊരട്ടി മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. സേവ് കൊരട്ടി ചെയർമാൻ തോമസ് നാൽപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. യൂജിൻ മൊറേലി, ലീല സുബ്രഹ്മണ്യൻ, ഡെന്നിസ് K. ആന്റണി, അഡ്വക്കേറ്റ് KR സുമേഷ്, ഫാദർ ലിജോ കുരിയേടൻ, ശിഹാബ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ DPR പരിശോധനയ്ക്കായി കിഫ്ബി അപ്രൈസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സെപ്റ്റംബർ പകുതിയോടെ അവലോകന യോഗം ചേരും. പ്രോജക്ട് മാനേജർ T. രാജീവൻ, റിസോഴ്സ് പേഴ്സൺ K. ഹൈദ്രു, പ്രോജക്ട് എഞ്ചിനീയർ KK സലീൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EI സജിത്ത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് പരിശോധിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കിയ 223 കോടി രൂപയുടെ DPR കിഫ്ബിയുടെ പരിഗണനയിലാണ്. ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് കേരയിൽ തയ്യാറാക്കിയ 27.6 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് റെയിൽവേയിൽ നിന്നും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നും ധനാനുമതി ലഭിക്കുന്നതോടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കും. അലൈൻമെന്റ് പ്രദേശങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ പകുതിയോടെ ബൈപ്പാസ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് അവലോകന യോഗം ചേരും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇടവേള. ഗോബോ നന്ദിര T-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. കണ്ണൂരിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന് പിന്നിൽ അസ്വാഭാവികത ഉണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണം. സംഭവം ദൗർഭാഗ്യകരമാണെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച പുലർച്ചെയാണ് കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചത്. ദൗർഭാഗ്യകരമാണ് ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അപായങ്ങൾ ഉണ്ടാവുകയും പരിക്കും മരണമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, ദുഃഖകരമാണ്. ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലോ മറ്റോ ആണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിൽ ഇക്കാലത്തും ഉള്ളത്. തൃശൂരിന്റെ മഹിമ മതസൗഹാർദ്ദത്തിന്റേതാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഈ പെരുമുക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് തിരുത്തി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശാഭിമാനി തൃശൂർ യൂണിറ്റ് 25ാം വാർഷികത്തിന്റെ ഭാഗമായ തൃശൂർ പെരുമ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ MV നാരായണൻ അധ്യക്ഷനായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ദേശാഭിമാനി ചീഫ് എഡിറ്റർ പൂത്തലത്ത് ദിനേശൻ, കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ, പൌരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, നജീബ് കാന്തപുരം MLA, മന്ത്രി R ബിന്ദു, UP ജോസഫ് എന്നിവർ സംസാരിച്ചു. അതെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെ വലുതും ചെറുതുമായ കാര്യങ്ങൾ
ഏകതയും പ്രവർത്തിക്കും. ഒരു കാലഘട്ടത്തില സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് PDP ജില്ലാ കമ്മിറ്റി MPയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കള്ളവോട്ടും തെരഞ്ഞെടുപ്പ് ക്രമക്കേടും നടത്തിയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. PDP വൈസ് ചെയർമാൻ വർക്കല രാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മൈലക്കാട് ഷാ, മജീദ് ചേർപ്പ്, കേന്ദ്ര കമ്മിറ്റി അംഗം TA മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI ജില്ലാ കൌൺസിൽ S. സുധാകർ റെഡ്ഡി അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിൽ അംഗം KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VS സുനിൽകുമാർ, TK സുധീഷ്, AK ചന്ദ്രൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, തൃശൂർ മണ്ഡലം സെക്രട്ടറി KB സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ 8 ലക്ഷം ഹെക്ടർ പിന്നിട്ടുവെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി സർവേ ആരംഭിച്ച 529 വില്ലേജുകളിൽ 334 ഫീൽഡ് സർവേ പൂർത്തിയായി. കേരളത്തിലാകെയുള്ളത് 35 ലക്ഷം ഹെക്ടർ ഭൂമിയാണ്. ഇതിൽ 7 ലക്ഷത്തോളം ഹെക്ടർ വനഭൂമി ഒഴിച്ചുള്ള 28 ലക്ഷം ഹെക്ടറിന്റെ 4/1 അളന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഡിജിറ്റൽ സർവേ പൂർണ്ണമാകുന്നതോടെ അതിർത്തി തർക്കങ്ങളില്ലാത്ത അയൽബന്ധങ്ങൾ ഊഷ്മളമാകുന്ന കേരളം സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ISO സർട്ടിഫിക്കേഷൻ നേടി. സംസ്ഥാനത്ത് മൂന്നാമത്തെയും ജില്ലയിൽ ആദ്യത്തെയും RDO ഓഫീസിന് ലഭിച്ച അംഗീകാരമാണിത്. സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും നവീകരിച്ച സബ് കളക്ടർ ചേംബറിന്റെ ഉദ്ഘാടനവും മന്ത്രി K. രാജൻ നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ എന്നിവർ പങ്കെടുത്തു. ഗുണമേന്മ സംവിധാനം ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുക എന്നതാണ് സർട്ടിഫിക്കേഷന്റെ ലക്ഷ്യം. ഫ്രണ്ട് ഓഫീസ് സൌകര്യം നവീകരിച്ചതോടൊപ്പം 3 മിനിറ്റിനകം ആവശ്യമായ ഫയലുകൾ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ റെക്കോർഡ് റൂം ഒരുക്കിയിട്ടുണ്ട്. സർട്ടിഫിക്കേഷന്റെ കാലാവധി 3 വർഷമാണ്. ഇനി ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. പായസമില്ലാതെ മലയാളികൾക്ക് എന്തോണം? ഓണമായാൽ പലതരം പായസങ്ങൾ നമ്മെ വിരുന്നൂട്ടുമെങ്കിലും പായസങ്ങളിൽ കേമൻ എന്നും പാലട തന്നെയാണ്. ഓണാഘോഷ വിഭവങ്ങളിൽ എന്നും മുൻപന്തിയിലാണ് പായസത്തിന്റെ സ്ഥാനം. നാവിൽ കൊതിയൂറും പാലട, പരിപ്പ്, പഴം തുടങ്ങി തനി നാടൻ മാമ്പഴപ്പായസം വരെ എത്തി നിൽക്കുന്നു പായസങ്ങളിലെ വെറൈറ്റി. അതുകൊണ്ട് തന്നെ ഓണക്കാലമായാൽ സദ്യവട്ടമൊരുക്കങ്ങളിൽ പായസങ്ങളുടെ വൈവിധ്യവും ആഘോഷത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കും. ഓണക്കാലത്ത് മാത്രം ലക്ഷക്കണക്കിന് ലിറ്റർ പായസമാണ് ഓരോ ദിവസവും മലയാളികൾ ആസ്വദിച്ചു നുകരുന്നത്. ഇന്നിന്റെ തിരക്ക് പിടിച്ച ജീവിതയാത്രകൾക്കിടയിൽ ഓണസദ്യയും പായസവുമെല്ലാം വീടുകളിൽ തന്നെ തയ്യാറാക്കിയിരുന്ന മലയാളികളുടെ മുൻകാല പതിവിന് അല്പം കോട്ടം തട്ടിയതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ഇവന്റ് സ്ഥാപനങ്ങളിലെ തിരക്കേറും. അത്തന്നാൾ മുതൽ തുടങ്ങുന്ന ഇവിടങ്ങളിലെ തിരക്ക് തിരുവോണം വരെ തുടരും. ഇതോടെ പായസപ്രേമികൾക്കായി രുചികരവും സ്വാദിഷ്ടവുമായ വിവിധയിനം പായസങ്ങൾക്കായുള്ള വിപണിയുടെ കലവറ ഏറെ സജീവമാകും. ശീലം മാറിയ മലയാളിക്ക് വില എത്രയായാലും പാരമ്പര്യത്തനിമ വിളിച്ചോതി പലതരം പായസം വിളമ്പിയുള്ള സമൃദ്ധമായ സദ്യയില്ലാതെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകില്ല. ഓണനാളുകളിൽ കേരളക്കരയെ പുതുമയുടെ കസവണിയിക്കാനുള്ള തിരക്കിലാണ് കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം. പലവിധ ഡിസൈനുകളിൽ തീർത്ത തുണിത്തരങ്ങൾ തേടി 10,000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും കുത്താമ്പുള്ളിയിൽ എത്തുന്നത്. ഓണനാളുകളിൽ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത വസ്ത്രങ്ങളാണ് കസവുമുണ്ട്, സെറ്റ് സാരി, സെറ്റുമുണ്ട് എന്നിവ. കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാരുടെ കരവിരുതിൽ കസവിൽ തീർത്ത വിവിധ ഡിസൈനുകളിലുള്ള തുണിത്തരങ്ങൾക്ക് എന്നും ആവശ്യക്കാർ ഏറെയാണ്. കസവിൽ തീർത്ത തുണിത്തരങ്ങൾ മാത്രമല്ല, ഒരു കുടക്കീഴിൽ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. കൊച്ചി രാജാവിന്റെ ഭരണകാലത്ത് തുണിത്തരങ്ങൾ നെയ്യാനായി കൊണ്ടുവന്ന് പാർപ്പിച്ച ദേവാംഗ സമുദായക്കാരാണ് ഇന്നും കുത്താമ്പുള്ളിയിൽ നെയ്ത്തിലും വ്യാപാരത്തിലും വ്യാപൃതരായിരിക്കുന്നത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഇടവുമാണ് കുത്താമ്പുള്ളി.
വിദേശ രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്കുള്ള തുണിത്തരങ്ങൾ ഓൺലൈനായും ഇവിടെ നിന്ന് എത്തിച്ചു നൽകുന്നു. ഗായത്രിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമ കേന്ദ്രമായ കുത്താമ്പുള്ളിയിൽ ഊടും പാവും നെയ്യുന്നത് ഒരു സംസ്കാരത്തിന്റെ ഇഴപൊട്ടാത്ത പാരമ്പര്യത്തിനു കൂടിയാണ്. TCV ന്യൂസ്, തിരുവല്ലോമല. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് തോന്നിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ ഞായറാഴ്ച വിവാഹത്തിരക്കേറും. ശനിയാഴ്ച വൈകിട്ട് 5 വരെ 225 വിവാഹങ്ങൾ ഷീട്ടാക്കി. ഞായറാഴ്ചയും ഷീട്ടാക്കാൻ അവസരമുള്ളതിനാൽ എണ്ണം ഇനിയും കൂടാൻ ഇടയുണ്ട്. ചിങ്ങമാസത്തിൽ മുഹൂർത്തം കൂടുതലുള്ള ദിവസമായതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. പുലർച്ചെ 5 മുതൽ വിവാഹങ്ങൾ ആരംഭിക്കും. തിരക്ക് ബാധിക്കാതെ വിവാഹങ്ങൾ നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രനഗരിയിൽ പൂർണ്ണമായും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതായി ടെമ്പിൾ പോലീസ് അറിയിച്ചു. ചെറുതുരുത്തി നെടുമ്പുരയിൽ ഓടിക്കൊണ്ടിരുന്ന മുച്ചക്ര സ്കൂട്ടർ കത്തി. ഭിന്നശേഷിക്കാരനായ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൈങ്കുളം ആലുംകുന്നിന് സമീപം താമസിക്കുന്ന പള്ളത്തി വീട്ടിൽ പരീതും സഹോദരി സഫിയയും മുച്ചക്രവാഹനത്തിൽ പോകുന്നതിനിടെയായിരുന്നു സംഭവം. പുക ഉയരുന്നത് കണ്ട സഹോദരി വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും ഉടൻ തന്നെ പരീതിനെ താഴേക്കിറക്കുകയുമായിരുന്നു.
വരവൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൂർക്ക വിളവെടുപ്പ് തുടങ്ങി. വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂർക്കയ്ക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തും വൻ ഡിമാൻഡാണ്. മണ്ണിന്റെ സവിശേഷതയും ജൈവ കൃഷി രീതിയുമാണ് വരവൂരിന്റെ കൂർക്കയ്ക്ക് ആവശ്യക്കാർ കൂടുന്നത്. വരവൂരിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും വ്യക്തികളും ഏക്കർ കണക്കിന് സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. 10 ഏക്കറിൽ വരെ കൃഷി ചെയ്ത കർഷകരുമുണ്ട്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്തുമാണ് കൃഷി ചെയ്യുന്നത്. സീസണിൽ ദിവസവും 5 മുതൽ 10 ലോഡ് വരെ കയറ്റുമതിയുണ്ട്. കൂർക്ക കിലോഗ്രാമിന് ഇപ്പോൾ 130 മുതൽ 150 വരെ വിലയുണ്ട്. കൂർക്ക കട്ട്ലറ്റുകളും കൂർക്ക പപ്സുമൊക്കെ മെട്രോ നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലെ ചൂടേറിയ വിഭവങ്ങളാണ്. 1 ഏക്കറിൽ നിന്നും കൃഷിച്ചെലവ് കഴിഞ്ഞ് 500,000 രൂപ വരെ കർഷകന് ലഭിക്കും. നല്ല വിലയുള്ള സീസണിൽ ഇത് 1,00,000 രൂപ വരെയാകും. കൂർക്ക കൃഷിയുടെ പ്രോത്സാഹനത്തിനും കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി വരവൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ഓണനാളുകളിൽ 3 ദിവസത്തെ കൂർക്കച്ചന്തയും നടത്താറുണ്ട്. TCV എരുമപ്പെട്ടി. തൃശൂർ കോർപ്പറേഷൻ നെട്ടിശ്ശേരി ഡിവിഷൻ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും രാജ്കുമാർ ഓർഗനൈസേഷൻ ഹെർബാ ലൈഫിന്റെ സഹകരണത്തോടെ മണ്ണുത്തി അങ്കണവാടിയിൽ നടന്നു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവും നിർവഹിച്ചു. ഹെർബാ ലൈഫ് സാരഥി രാജ്കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഹെർബാ ലൈഫിന്റെ നേതൃത്വത്തിൽ 1000 രൂപ വില വരുന്ന 100-ലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഹെർബാ ലൈഫ് സീനിയർ വെൽനസ് കോച്ചുമാരായ കവിത രാജ്കുമാർ, സജീവ് കുമാർ, പ്രവീണ, സുനിൽ കുമാർ, സബിത, ഷരീഫ് സോഫിയ, മുൻ കൗൺസിലർ MR റോസ്ലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആരോഗ്യ സംരക്ഷണ രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത സ്ഥാപനമാണ് ഹെർബാ ലൈഫ്. ന്യൂട്രീഷൻ, വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിൻ, ഹെൽത്തി സ്കിൻ, ചൈൽഡ് ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റിംഗ്, കലോറി മാനേജ്മെന്റ് തുടങ്ങിയവയെല്ലാം ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ സെന്ററിന്റെ പ്രത്യേകതകളാണ്. ആരോഗ്യമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോചനം നേടാനും ശാസ്ത്രീയവും പോഷണ സമൃദ്ധവുമായ ഭക്ഷണശീലങ്ങളിലൂടെ അമിതവണ്ണം കുറച്ച് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുവാനും ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ സെന്ററുകൾ സഹായിക്കുന്നു. ഓൺലൈൻ വഴി സമാന്തര ലോട്ടറി കച്ചവടം നടത്തിയ സ്ത്രീയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശിനി പുത്തൻവീട്ടിൽ സാജിദയെയാണ് അന്തിക്കാട് SHO AS സരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സാജിദയുടെ ഫോണിൽ വാട്സപ്പിൽ അനധികൃത ലോട്ടറി ഗ്രൂപ്പുകൾ കണ്ടെത്തി. 100 കണക്കിന് ആളുകൾ അംഗങ്ങളായിരുന്ന നിരവധി ഗ്രൂപ്പുകളിൽ അഡ്മിനായും മെമ്പറായും സാജിദ പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുടെ മൊബൈൽ ഫോൺ, 3 ബാങ്ക് അക്കൌണ്ടുകളുടെ പാസ്ബുക്കുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ആയൂർ റിവർ വ്യൂ റിസോർട്ട് പദ്ധതിയുടെ പേരിൽ 60 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി CL ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. വേലൂപ്പാടം സ്വദേശിനി കുറുവത്ത് വീട്ടിൽ ജയശ്രീയാണ് അറസ്റ്റിലായത്. പുത്തൻചിറ സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ്. തൃശൂർ പട്ടിക്കാട് മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. പട്ടിക്കാട് സ്വദേശി മൂലങ്കോട് ചേലൂത്ത് വീട്ടിൽ 42 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. മദ്യപിച്ച് അബോധാവസ്ഥയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ കിടക്കുമ്പോഴായിരുന്നു മർദ്ദനം. പരിക്കേറ്റ് കിടന്ന പ്രമോദിനെ പീച്ചി പോലീസ് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും വൈകിട്ടോടെ പ്രമോദ് മരിച്ചു. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. ആമ്പല്ലൂരിൽ വാടക വീട്ടിൽ ചാരായം വാറ്റിയ മധ്യവയസ്കനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി റൊട്ടിപ്പടി സ്വദേശി അരങ്ങത്ത് വീട്ടിൽ ബെന്നിയാണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 6 ലിറ്റർ ചാരായവും 250 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് കണ്ടെടുത്തു. സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സംഘത്തിലെ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK വത്സൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ VS സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചാരായം പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ റേഷൻ കടകൾ ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം ഇതുവരെ 82% ഗുണഭോക്താക്കൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ച് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. സെപ്റ്റംബർ 4-ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും.
എസ്.എൻ. പുരം ആലയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മദ്രസ അധ്യാപകൻ മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി പടിയത്ത് കർക്കിടകവള്ളിയിൽ മുഹമ്മദ് മുസ്ലിയാറാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. കട്ടൻ ബസാറിൽ മദ്രസ അധ്യാപകനായിരുന്നു. ഇനി വാണിജ്യം. ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ റെനോയുടെ മോഡലായ ട്രൈബറിന്റെ പുതുക്കിയ പതിപ്പിന്റെ ലോഞ്ച് തൃശൂരിൽ നടന്നു. കമ്പനി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വിലക്കുറവുള്ള 7 സീറ്റർ MPV ആയ റെനോൾട്ട് ട്രൈബറിന്റെ പുതുക്കിയ പതിപ്പ് ഫേസ് ലിഫ്റ്റിന്റെ ലോഞ്ചാണ് തൃശൂർ മണ്ണുത്തി ഷോറൂമിൽ നടന്നത്. 2019 ഇറങ്ങിയ ഈ വാഹനം ഇതുവരെ 2.5 ലക്ഷം ഇന്ത്യയിൽ വിറ്റഴിച്ചു. 6.29 ലക്ഷം മുതൽ 9.16 ലക്ഷം വരെയാണ് പുതിയ മോഡലിന്റെ വില. ഒതന്റിക്, എവല്യൂഷൻ, ടെക്നോ, ഇമോഷൻ എന്നീ 4 വേരിയന്റുകളിൽ പുതിയ ട്രൈബർ ലഭ്യമാണ്. 5 സ്പീഡ് മാനുവലിനൊപ്പം EC RAMT ഓപ്ഷനും നൽകുന്നുണ്ട്. ഡീലർ ഫിറ്റ് CNG കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഡിസൈൻ രംഗത്ത് റിനോൾട്ട് ലോഗോ പുതുക്കി. LED പ്രൊജക്ടർ, ഹെഡ്ലാമ്പുകൾ DRL സഹിതം, ബ്ലാക്ക് ഗ്രിൽ, ഡ്യുവൽ ടോൺ ഫ്ലെക്സ് വീലുകൾ, പുതിയ ടെയിൽ ലാമ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി. ഷാഡോ ഗ്രേ, ആംബർ ടെറാക്കോട്ട എന്നിവയടക്കം 6 നിറങ്ങളിൽ മോഡൽ ലഭ്യമാണ്. സുരക്ഷാ വിഭാഗത്തിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ്, ESP, TPMS, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റന്റ്, ISO ഫിക്സ്, ക്രൂസ് കൺട്രോൾ, റെയിൻ സെൻസിംഗ് വൈപ്പർ തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള മോഡലിന് 7 വർഷം വരെ നീട്ടാവുന്ന 3 വർഷത്തെ സ്റ്റാൻഡേർഡ് വാറന്റി നൽകുന്നുണ്ട്. വാഹനത്തിന് വേണ്ട ലോൺ സൗകര്യങ്ങളും പഴയ വാഹനങ്ങളുടെ എക്സ്ചേഞ്ച് സൗകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8606951763. ആഗോളതലത്തിലെ പ്രമുഖ ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡായ സിവാമയുടെ തൃശൂരിലെ ഔട്ട്ലെറ്റുകളിൽ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് മികച്ച ഡിസ്കൗണ്ട് ഓഫറുകൾ. ഇന്നർവെയർ ഷോപ്പിംഗിൽ സ്ത്രീകൾക്ക് വിപ്ലവകരമായ അനുഭവങ്ങൾ സമ്മാനിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആഗോള മുൻനിര അടിവസ്ത്ര ബ്രാൻഡുകളിലൊന്നാണ് സിവാമെ. വസ്ത്രധാരണത്തിൽ സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സിവാമെ അടിവസ്ത്ര നിർമ്മാണ ശ്രേണിയിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് സ്ത്രീ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച് വിപണിയിൽ മുൻനിര ഇന്നർവെയർ ബ്രാൻഡായി മാറിയത്. ബൈ വൺ ഗെറ്റ് വൺ പോലെ ഓരോ പർച്ചേസിനും ഉപഭോക്താക്കൾക്ക് ആകർഷകങ്ങളായ ഓഫറുകൾ എല്ലായ്പ്പോഴും സമ്മാനിക്കുന്ന സിവാമെ ഈ ഓണത്തിന് 60% വരെ ഡിസ്കൗണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ്, നോൺ വയേർഡ് തുടങ്ങി വിവിധതരം ലേഡീസ് ഇന്നർവെയറുകൾ മികച്ച ഓഫറുകളിലൂടെ സ്വന്തമാക്കാനുള്ള അവസരമാണ് സിവാമയുടെ തൃശൂരിലെ ഔട്ട്ലെറ്റുകളിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമായ സിവാമയുടെ തൃശൂർ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്നതും പുഴയ്ക്കൽ ശോഭ സിറ്റി മാളിലെയും സിവാമയുടെ ഔട്ട്ലെറ്റുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പ് നടപടികൾ തുടങ്ങി. വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിൽ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേച്ചേരിയിൽ സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 2 ബസുകളുടെയും മുൻഭാഗം തകർന്നു. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ 7 മണിക്കൂറോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെയാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി.
വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം കിഫ്ബി അപ്രസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സെപ്റ്റംബർ പകുതിയോടെ അവലോകന യോഗം ചേരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.